പ്രിയ കൂട്ടുകാരെ, ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഈ സ്റ്റോറി ഒന്ന് കേട്ടുനോക്കൂ. ഫോൺ റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് വന്നവൾ ഫോൺ എടുത്തു. മറുതലയ്ക്കൽ ഒരു അപരിചിത ശബ്ദം. ഹലോ, നിങ്ങളുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്. ഇവിടെ ചെറിയൊരു അപകടം നടന്നിരിക്കുന്നു. ആ അപകടത്തിൽ നിങ്ങളുടെ ഭർത്താവും ഉൾപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഇത് കേട്ടപ്പോൾ അവളുടെ ഉള്ളിൽ നിന്നും ഒരു തീക്കോളം രൂപപ്പെടുന്നതുപോലെ തോന്നി. അവൾ അട്ടഹസിച്ചു കരഞ്ഞു, ബോധരഹിതരായി നിലത്തുവീണു. പിന്നീടവൾ ഏതോ ഒരു ലോകത്തെത്തിയതുപോലെ തോന്നി. അവിടെ ഒരു സിംഹാസനത്തിൽ ദൈവം ഇരിക്കുന്നു. കുറേ ആളുകൾ ദൈവത്തിന്റെ കൂടെ ഇരിക്കുന്നു. അവൾ പെട്ടെന്ന് ദൈവത്തിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു പറഞ്ഞു, ദൈവത്തിന്റെ കാലിൽ വീണു പറഞ്ഞു, എന്റെ ഭർത്താവ് അപകടത്തിൽ മരിച്ചിരിക്കുന്നു. അവരെ പുനർജനിപ്പിച്ചു തരണം. ഇത് കേട്ടപ്പോൾ ദൈവം അവരോടിങ്ങനെ പറഞ്ഞു അത്രേ, നിനക്കെന്തിനാ ഭർത്താവ്? നീ എപ്പോഴും അവരെ കുറ്റപ്പെടുത്തി ജീവിക്കുന്നവളല്ലേ? അത് കേട്ടപ്പോൾ അവൾ ഓർത്തുപോയി. ശരിയാണല്ലോ, എന്റെ ഭർത്താവിനെ ഞാൻ കുറ്റപ്പെടുത്താറുണ്ടായിരുന്നു. പരിഭവവും കുറ്റപ്പെടുത്തലുമായി തന്നെയാണല്ലോ ഞാൻ ജീവിച്ചത്. എന്തു ചെയ്യും? ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുവാൻ മറന്നുപോയല്ലോ. ഇനി എന്തു ചെയ്യും ദൈവമേ? അവൾ കൈകോപ്പി നിന്നുകൊണ്ട് ദൈവത്തോട് അപേക്ഷിച്ചു. എനിക്കൊരവസരം കൂടി തരണം. കരഞ്ഞുകൊണ്ടു പറഞ്ഞു അവൾ. കുറേ നേരം അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ ദൈവം അവരോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിനക്ക് ഒരുപാട് സമ്പത്ത് തരാം. അത് കേട്ടപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് സമ്പത്ത് വേണ്ട, എനിക്ക് അദ്ദേഹത്തെ മാത്രം മതിയെന്ന്. അങ്ങനെ ദൈവം അവർക്ക് വാക്കുകൊടുത്തു, ഞാൻ നിന്റെ ഭർത്താവിനെ പുനർജനിപ്പിച്ചു തരാം. അത് കേട്ടപ്പോൾ അവൾക്ക് ആഹ്ലാദമായി. പിന്നീട് ദൈവം അവരോട് കുറച്ചുനേരം കണ്ണുപൂട്ടിയിരിക്കാൻ പറഞ്ഞു. അവർ കണ്ണുപൂട്ടി കുറച്ചുനേരം അങ്ങനെ ഇരുന്നു. പിന്നീട് അവൾ കണ്ണു തുറന്നപ്പോൾ ഭർത്താവ് അടുത്തു കിടന്നുറങ്ങുന്നു. കുട്ടികൾ താഴെയും കിടന്നുറങ്ങുന്നു. ഞാൻ കണ്ടതെല്ലാം സ്വപ്നമായിരുന്നുവെന്ന് അവൾക്ക് ബോധ്യമായി. എന്നാലും അവൾ ഭർത്താവിന്റെ കാലിൻ ചുവട്ടിലിരുന്ന് കുറേ നേരം കരഞ്ഞു. അവളുടെ കരച്ചിൽ കേട്ടപ്പോൾ ഭർത്താവ് ഉണർന്നു. നിനക്കെന്തുപറ്റി? അപ്പോൾ അവൾ സ്വപ്നം കണ്ട കാര്യങ്ങളെല്ലാം അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിച്ചു. അത് കേട്ടപ്പോൾ അയാൾക്കും കരച്ചിൽ വന്നു. പിന്നീട് അവരുടെ ജീവിതം സ്വർഗീയ ജീവിതമായിരുന്നു. കുറ്റങ്ങളും പരിഭവങ്ങളും പറയാതെ ഉള്ളതിൽ സംതൃപ്തിപ്പെട്ട് എപ്പോഴും ദൈവത്തോട് നന്ദി പറഞ്ഞു അവർ ജീവിച്ചു. പ്രിയരെ, ഈ കഥയുടെ സാരം എന്നുള്ളത് തൃപ്തിപ്പെട്ട് ജീവിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങളും പരിഭവങ്ങളും പറയാതിരിക്കുക. എന്നാൽ നമ്മുടെ ജീവിതവും സ്വർഗീയ തുല്യമായ ജീവിതമാകും.